പുറനാട്ടുകര സെയിന്റ് സെബാസ്റ്റ്യൻസ് ഇടവക ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ 72-ാം തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ജനുവരി 9, 10, 11, 12 തീയതികളിലാണ് തിരുനാൾ. പൈശാചിക ആക്രമണങ്ങളുടെയും പകർച്ചവ്യാധികളെയും പ്രതിരോധിക്കുന്ന ഒരു വിശുദ്ധൻ കൂടിയാണ് സെബസ്ത്യാനോസ്. അങ്ങനെയാണ് കേരളക്കരയിൽ ഈ വിശുദ്ധൻ വളരെ പ്രസിദ്ധി നേടിയത്. നമ്മുടെ പണ്ടുകാലത്തൊക്കെ ദീനം വസൂരിയൊക്കെ വരുമ്പോൾ വിശുദ്ധൻ്റെ അമ്പ് എടുത്ത് വീടുകളിൽ കയറി പ്രാർത്ഥിച്ചാൽ അതിന് ശമനമുണ്ടാകും, മാറിക്കിട്ടും എന്നുള്ള വിശ്വാസം ജനങ്ങളിൽ രൂഢമൂലമായിരുന്നു. അത് നമ്മുടെ പൂർവികർ ആദ്യകാലങ്ങളിൽ ഈ പാരമ്പര്യം ആചരിച്ച് പോന്നിട്ടുണ്ട്. അങ്ങനെ വസൂരിക്കും ദീനത്തിനും മറ്റു മരുന്നുകളില്ലാത്ത പകർച്ചവ്യാധിക്ക് ഉള്ള പ്രതിരോധം സൃഷ്ടിച്ചത് ഈ വിശുദ്ധനാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഇടവകളിൽ, തൃശ്ശൂർ ഭാഗത്തൊക്കെ ഇടവകളിൽ ഏത് മധ്യസ്ഥയായാലും സെബസ്ത്യാനോസ് തിരുനാൾ ആഘോഷിക്കുക എന്നുള്ളത് നിർബന്ധമാണ് ജനങ്ങൾക്ക്. 50 തിരുനാൾ പുറനാട്ടിലെ ഇടവകയിൽ ഭാഗ്യവശാൽ വിശുദ്ധനെയാണ് മധ്യസ്ഥനായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ആ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് വിശുദ്ധനിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാനും കൃപ ലഭിക്കാനൊക്കെ ആയിട്ട് എല്ലാവരെയും ക്ഷണിക്കുന്നു. എല്ലാവരും വന്ന് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് വിശുദ്ധന് മാധ്യസ്ഥ യാചിക്കണമെന്നും പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ജനുവരി 9 വെള്ളി വൈകിട്ട് 6 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൂട് തുറക്കൽ, ദേവാലയ ദീപാലങ്കാരം, സ്വിച്ച് ഓൺ കർമ്മം, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ജീവിതം അടിസ്ഥാനമാക്കിയുള്ള AI ഷോർട്ട് ഫിലിം പ്രകാശനം എന്നിവ നടക്കും. തുടർന്ന് പുലരി കലാസമിതി ചിറ്റിലപ്പിള്ളിയുടെ ശിങ്കാരിമേളം ദേവാലയ മുറ്റത്ത് അരങ്ങേറും. സ്നേഹം നിറഞ്ഞവരെ, തിരുനാൾ ദിനമായ 11-ാം തീയതി ഞായറാഴ്ച രാവിലെ 9:30 തിരുനാൾ ആഘോഷമായ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്നത് നവവൈദികനായ ഫാദർ റോണി പാണയങ്ങാടൻ CMI ആണ്. തുടർന്ന് തിരുനാൾ സന്ദേശം നൽകുക ഫാദർ ദേവസി തയ്യിൽ കപ്പുച്ചിനാണ്. ദിവ്യബലിക്ക് ശേഷം ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരിക്കുന്നതാണ്. തിരുനാൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അനുഗ്രഹം പ്രാപിക്കാൻ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളും. ജനുവരി 10 ശനിയാഴ്ചയും 11 ഞായറാഴ്ചയും വൈകിട്ട് ബാൻഡ് വാദ്യത്തിന്റെയും തേരുകളുടെയും അകമ്പടിയിൽ വിവിധ കുടുംബ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പെഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിൽ എത്തിച്ചേരും. 2 ദിവസങ്ങളിലും അമ്പെഴുന്നള്ളിപ്പുകൾ ഉണ്ട് എന്നതും ഇത്തവണ ശനി ഞായർ ദിവസങ്ങളിൽ തിരുനാൾ വന്നു എന്നതും ഏറെ ആവേശമാണ് പകരുന്നത്. പുറനാട്ടുകര വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ 72-ാമത്തെ തിരുനാൾ ജനുവരി 9, 10, 11, 12 തീയതികളിൽ ആഘോഷമായി നടത്തുകയാണ്. ശനിയാഴ്ച ആഘോഷമായ അമ്പപ്രദക്ഷിണം, ഞായറാഴ്ച ആഘോഷമായ പ്രദക്ഷിണവും, ഞായറാഴ്ച വൈകിട്ട് ആഘോഷമായ അമ്പപ്രദക്ഷിണവും, തുടർന്ന് വർണ്ണക്കാഴ്ചയും, 12-ാം തീയതി തിങ്കളാഴ്ച അധികം നാടകം, ലക്ഷ്മണരേഖ. എല്ലാവരെയും ഈ പെരുന്നാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ധീരരക്തസാക്ഷിത്വത്തിന്റെ കഥ വിവരിക്കുന്ന അമ്പുകളെ സാക്ഷി എന്ന പേരിൽ നിർമ്മിക്കുന്ന AI ഷോർട്ട് ഫിലിം ഇത്തവണത്തെ തിരുനാളിന്റെ സവിശേഷതയാണ്. പുറനാട്ടുകര ഇടവക മധ്യസ്ഥന്റെ തിരുനാളിന് 2 ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 2.5 മാസക്കാലത്തോളം വികാരിച്ചതിൻ്റെ നേതൃത്വത്തിൽ 14 കമ്മിറ്റികൾ വിവിധ ആയിട്ട് പ്രവർത്തിക്കുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. വെള്ളിയാഴ്ച വൈകിട്ടുള്ള 6 മണി കുർബാനയ്ക്ക് ശേഷം രൂപക്കുഴി എഴുന്നള്ളിച്ച് വയ്ക്കുകയും ബഹുമാനപ്പെട്ട തൃശ്ശൂർ അസിസ്റ്റൻറ്റ് കമ്മീഷണർ സൂര്യരാജ് സാറ് ദീപാലങ്കാരം, സ്വിച്ച് ഓൺ കർമ്മം ചെയ്യുകയും അതിനോടൊപ്പം തന്നെ ഇന്ന് വരെ ഒരു രൂപതകളിലും ചെയ്യാത്ത ഒരു സിനിമ നമ്മളിവിടെ സ്വിച്ച് ഓൺ കർമ്മം ചെയ്യും. അത് ഒരു 10 മിനിറ്റുള്ള ഒരു ടെലിഫിലിമാണ്. അത് കാണാനും ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പിന്നെ തിരുനാളിൻ്റെ എല്ലാ പരിപാടികൾക്കും ഏറ്റ സ്നേഹത്തോടെ ഏവരെയും ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ജനുവരി 12 ഇടവകയിൽ നിന്നും മൺമറഞ്ഞു പോയ പരേതരുടെ സ്മരണ ദിനമായി ആചരിക്കും. രാവിലെ 7:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സെമിത്തേരി സന്ദർശനം ഉണ്ടായിരിക്കും. വൈകിട്ട് 7 സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കിയ തിരുവനന്തപുരം സംഘകേളിയുടെ ലക്ഷ്മണരേഖ എന്ന നാടകം അരങ്ങേറും. ഇടവക വികാരി റവറൻഡ് ഫാദർ ജോൺസൺ ഐനിക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ പ്രിൻഡോ മാണിപ്പറമ്പിൽ കപ്പൂച്ചിൻ, കൈക്കാരന്മാരായ ബാബു പാണയങ്ങാടൻ, ജോഷി ആലേങ്ങാട്ടുകാരൻ, പോൾസൺ ആളൂർ കൊക്കൻ, പള്ളി പ്രതിനിധിയോഗം സെക്രട്ടറി ലോറൻസ് പേരാമംഗലം, ജനറൽ കൺവീനർ ജോഷി ബ്രഹ്മകുളം എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികളിലായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്.